പ്രിയപ്പെട്ട കെ കൃഷ്ണൻകുട്ടി, രാമചന്ദ്രൻ കടന്നപ്പള്ളി, നമ്മുടെ ഈ പരിപാടിയിൽ ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന MLA-മാർ, MP-മാർ, ഏറ്റവും ബഹുമാന്യരായിട്ടുള്ള സഹോദരി സഹോദരന്മാരെ, ഈ കലാമാമാങ്കത്തെ തൃശൂരിന്റെ കലാപൂരമാക്കി മാറ്റാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള 14 ജില്ലകളിലെയും പ്രതിഭകളായിട്ടുള്ള കുഞ്ഞുങ്ങളെ, മാധ്യമപ്രവർത്തകരെ, പൊതുപ്രവർത്തകരെ, ജനപ്രതിനിധികളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ദീർഘമായിട്ടുള്ള ഒരു സ്വാഗത പ്രസംഗത്തിന്റെ അനിവാര്യതയില്ല. നാം 64ാമത് സ്കൂൾ യുവജനോത്സവത്തിലേക്ക് ഔപചാരികമായി ഇന്ന് പ്രവേശിക്കുകയാണ്. കേരളത്തിന്റെ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത വിധം കൈരളിക്കും ലോകത്തിനും പ്രതിഭകളെ സംഭാവന ചെയ്ത ഒരിടമാണ് സ്കൂൾ കലോത്സവം. 1957 ജനുവരി 26-ന് 13 ഇനങ്ങളിലായി 400 കുട്ടികൾ പങ്കെടുത്തുകൊണ്ട് ആരംഭിച്ച സ്കൂൾ കലോത്സവം ഇന്ന് 249 ഇനങ്ങളിലേക്ക് 15,000-ഓളം വരുന്ന വിദ്യാർത്ഥികളുടെ പങ്കാളിത്തത്തിലേക്ക്, സ്വർണ്ണക്കപ്പ് ഉൾപ്പെടെയുള്ള ആവേശകരമായിട്ടുള്ള അംഗീകാരങ്ങളിലേക്ക്, ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കൗമാര കലാമാമാങ്കമായി ഇതിനെ മാറ്റാൻ നമുക്കെല്ലാവർക്കും സാധിച്ചു. 64ാമത് സ്കൂൾ യുവജനോത്സവം ഇവിടെ നടക്കുമ്പോൾ 64ാമത് സ്കൂൾ യുവജനോത്സവത്തിന് വേണ്ടി ഇന്നലെ മുതൽ എത്തിച്ചേർന്ന വിദ്യാർത്ഥികളെല്ലാം ആവേശത്തിന്റെ അനുഭവത്തോടെ ഈ കലാമേളയിൽ പങ്കെടുക്കുകയാണ്. ഇത്തവണത്തെ കലോത്സവത്തിന് നാം ഒരു പ്രത്യേകത നേരത്തെ തന്നെ വിദ്യാഭ്യാസ വകുപ്പ് പ്രഖ്യാപിച്ചു. അത് ഈ കലോത്സവം ഉത്തരവാദ കലോത്സവമായിരിക്കും എന്നാണ്. റെസ്പോൺസിബിൾ ഫെസ്റ്റിവലായി, ഉത്തരവാദിത്ത കലോത്സവമായി ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ നേരത്തെ തന്നെ ഈ കലോത്സവത്തെ പ്രഖ്യാപിച്ചതിൽ ഒരു വലിയ സന്ദേശമുണ്ട്. ഇവിടെ എത്തിച്ചേരുന്ന പ്രതിഭകളായി കുഞ്ഞുങ്ങൾ മാത്രമല്ല, കേരളത്തിലെ 14 ജില്ലകളിൽ നിന്നായി ഇവിടെ എത്തിച്ചേരുന്ന പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കുട്ടികളുടെയും മുമ്പിൽ കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് ഒരു സന്ദേശം നൽകുകയാണ്. ആഘോഷങ്ങൾ, ഉത്സവങ്ങൾ ആർഭാടത്തിന്റെ മാമാങ്കങ്ങളല്ല, മറിച്ച് ആ ഉത്സവങ്ങൾ ലോകത്തിനു നൽകേണ്ട ചില സന്ദേശങ്ങളുണ്ട്. ആ സന്ദേശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നാം എല്ലാ ഘട്ടത്തിലും ഉത്തരവാദിത്വപ്പെട്ട മനുഷ്യരായി മാറണം എന്നുള്ളതാണ്. നമ്മളോട് തന്നെ നമുക്ക് ഉത്തരവാദിത്വം ഉണ്ടാകണം, നമ്മുടെ സമൂഹത്തിനോടുണ്ടാകണം, സഹജീവികളോടുണ്ടാകണം, നാം ജീവിച്ചുകൊണ്ടിരിക്കുന്ന പ്രകൃതിയോടുണ്ടാകണം, രക്ഷകർത്താക്കളോടും സമൂഹത്തിനോടും എല്ലാവരോടും ഉത്തരവാദിത്വമുള്ള, കേവലം വിവരസാങ്കേതിക വിദ്യയുടെ തേരിലേറി അതിൽ ആഘോഷം കണ്ടെത്തുന്ന ഒരു തലമുറയ്ക്കു പകരം മണ്ണിനെയും മനുഷ്യനെയും സ്നേഹിക്കാൻ കഴിയുന്ന പൊതുജനങ്ങളോടും സമൂഹത്തിനോടും സഹജീവികളോടും ഉത്തരവാദിത്വമുള്ളൊരു തലമുറയെ വളർത്തിയെടുക്കുക എന്ന വലിയ ലക്ഷ്യത്തോടെയാണ് 64ാമത് സ്കൂൾ യുവജനോത്സവത്തിന്റെ തിരശ്ശീല ഉയരുന്നത് എന്നുള്ളത് ഏറ്റവും അഭിമാനകരമായിട്ടുള്ള കാര്യങ്ങളിലൊന്നാണ് എന്ന് കരുതേണ്ടതുണ്ട്. ഈ നാം നിൽക്കുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള ഈ വേദി മുതൽ സ്കൂൾ യുവജനോത്സവത്തിന്റെ 249 കലാ ഇനങ്ങൾ മാറ്റുരയ്ക്കുന്ന 25 വേദികളും പൂക്കളുടെ പേരിലാണ് നാം തയ്യാറാക്കിയിട്ടുള്ളത്. വിവിധ നിറങ്ങളിലുള്ള, വിവിധ സുഗന്ധം പരത്തുന്ന, വിവിധ തരത്തിലുള്ള 25 വൈവിധ്യമാർന്ന പൂക്കളുടെ പേരുകൾ. ആ പൂക്കളെല്ലാം വളർന്നു വരുന്നത് ഒരു തോട്ടത്തിലാണ് എന്ന് തിരിച്ചറിയാൻ, ഉത്സവങ്ങൾക്ക്, ആഘോഷങ്ങൾക്ക് ജാതിയുടെയും മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും വർണ്ണവും നിറവും കൊടുത്ത് ആഘോഷങ്ങൾ ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ മാത്രമായി ഒറ്റപ്പെടുത്താനും ആ ഉത്സവങ്ങളെ പലവിധത്തിലുള്ള ആക്ഷേപങ്ങൾക്ക് വിധേയമാക്കാനും ശ്രമിക്കുന്ന ഒരു കാലത്ത് ഉത്സവങ്ങൾക്ക് മതമില്ല, ജാതിയില്ല, ഏതെങ്കിലും വിധത്തിലുള്ള വേർതിരിവുകളില്ല എന്ന് പ്രഖ്യാപിക്കാൻ, ഒരു തോട്ടത്തിലെ പൂക്കളെ പോലെ വിവിധ നിറങ്ങളിൽ, തരങ്ങളിൽ സുഗന്ധം പരത്തുന്ന മക്കളാണ് നമ്മളെന്ന് തിരിച്ചറിയാൻ, ഉത്തരവാദ കലോത്സവത്തിനോടൊപ്പം തന്നെ മുന്നോട്ടു പോകാൻ നമ്മുടെ സംഘാടക സമിതിക്ക്, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ വകുപ്പിനായി എന്നുള്ളതും ഏറെ അഭിമാനകരമാണ്. 6 തവണയാണ് ഇതിനു മുമ്പ് തൃശൂർ ഈ കലോത്സവത്തെ വരവേറ്റിട്ടുള്ളത്. 1962-ലാണ് ആദ്യത്തെ കലോത്സവം തൃശൂരിൽ നടക്കുന്നത്. 68-ൽ കലോത്സവം വീണ്ടും തൃശൂരിൽ നടക്കുമ്പോൾ കലോത്സവത്തിന്റെ സ്മരണിക എന്ന ആശയം ആദ്യം പുറത്തു വന്നത് ആ ഘട്ടത്തിലാണ്. വൈലോപ്പിള്ളി ശ്രീധരമേനോനും സുകുമാർ അടിക്കോടും പവനൻ സാറും വത്സല ടീച്ചറും കുഞ്ഞുണ്ണിമാഷുമൊക്കെ പത്രാധിപ സമിതി അംഗങ്ങളായി കുഞ്ഞുങ്ങൾക്കു വേണ്ടി 1968-ൽ
കലോത്സവത്തിന്റെ സ്മരണിക തയ്യാറാക്കപ്പെട്ടത് ഈ തൃശൂരിൽ നിന്നാണ്. 1986 കലാതിലക കലാപ്രതിഭാ പട്ടങ്ങൾ പ്രഖ്യാപിക്കപ്പെട്ടത് തൃശൂരിൽ നിന്നാണ്. ഇങ്ങനെ ഒട്ടേറെ അനുഭവങ്ങൾ ഉള്ള ഈ തൃശൂരിലേക്ക് ഏഴാമതും ഈ കലോത്സവം എത്തുമ്പോ ഞങ്ങളെല്ലാവരും ഒരു മനസ്സായി ഏതെങ്കിലും വിധത്തിൽ വകഭേദങ്ങളില്ലാത്ത വിധം ഈ കുഞ്ഞുങ്ങൾക്ക് സ്വാഗതമരുളാൻ ഒരുമിച്ചു നിന്ന അനുഭവം. രാവിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കൂടി സന്ദർശിച്ച് മതിൽക്കകത്ത് പാണ്ടി കൊട്ടുന്ന അനുഭവം, അതുപോലെ ആ താളം കുട്ടികൾക്ക് ശ്രമിക്കാൻ അവസരമുണ്ടാകുന്ന വിധത്തിൽ അതിമനോഹരമായി നടത്തിയ തിരുവമ്പാടി പാർമേക്കാവിന്റെ പ്രമാണിമാർ തന്നെ നേതൃത്വം നൽകിയ അതിമനോഹരമായിട്ടുള്ള പാണ്ടിമേളവും കുടമാറ്റത്തിന്റെ പ്രതീതമായിട്ടുള്ള കുടകളും ഒക്കെ കൂടി ഒരു ഉത്സവാന്തരീക്ഷത്തിലേക്ക് നാം കടക്കുകയാണ്. ഇവിടെയാണ് നിരവധികളായിട്ടുള്ള അത്തരം പ്രതിഭകൾക്ക് നമ്മുടെ സ്കൂൾ യുവജനോത്സവം കേരളത്തിലാകെ രൂപം നൽകിയിട്ടുണ്ട്. 1958 രണ്ടാം കലോത്സവമാണ് പി ജയചന്ദ്രനെ പോലെ, യേശുദാസിനെ പോലെ മഹത്തായ കലാപ്രതിഭകളെ നമ്മുടെ നാടിന് സമ്മാനിച്ചത് എന്ന ഓർമ്മയോടെ ഒട്ടേറെ പ്രതിഭകൾ, ഒട്ടേറെ കലാകാരന്മാർ ഈ കലോത്സവത്തിന്റെ ഭാഗമായി നാടിന് സമർപ്പിക്കപ്പെടട്ടെ എന്ന് സ്നേഹപൂർവ്വം ആശംസിക്കട്ടെ. ഇവിടെ എത്തിച്ചേരുന്ന കുട്ടികൾ കേവലം കലാപരിപാടികൾ അവതരിപ്പിക്കാൻ മാത്രമല്ല, കേരളം മുഴുവൻ അവരുടെ സൗഹൃദങ്ങൾ പൂത്തുലയുന്ന ഒരു നല്ല നാളെയുടെ സമൃദ്ധമായ ഓർമ്മയ്ക്ക് എല്ലാവിധത്തിലും തൃശൂർ ഇന്ന് വൈകുന്നേരത്തോടെ തൃശൂർ നഗരം പൂർണ്ണമായി വെളിച്ച വിധാനങ്ങളോടെ മുന്നോട്ടു പോകുമ്പോൾ, രാത്രി ഏറെ നീളും വരെ നൈറ്റ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിലേക്ക് കടക്കുമ്പോൾ ഈ നാടാകെ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട് എന്ന തിരിച്ചറിവുണ്ടാകണം. ആ വിധത്തിൽ മുന്നോട്ടു പോകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഈ കലോത്സവം ഉദ്ഘാടനം ചെയ്യുന്നത് ആദരണീയനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ്. ഇന്ന് ഈ കലോത്സവത്തിന്റെ എല്ലാവിധത്തിലുള്ള തയ്യാറെടുപ്പുകൾക്കും ആവശ്യമായ മാർഗനിർദ്ദേശം നൽകി ഒരു ദുരന്തത്തിനും മലയാളിയെ വിട്ടുകൊടുക്കാത്ത വിധം ധീരോദാത്തമായി കേരളത്തിലെ ഗവൺമെന്റിനും കേരളത്തിലെ ജനങ്ങൾക്കും നേതൃത്വം നൽകുന്ന ആദരണീയനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ ഈ കൗമാര കലാപൂരം, കൗമാര കലാമാമാങ്കം ഉദ്ഘാടനം ചെയ്യാൻ ഏറെ വിനയത്തോടെ, സ്നേഹത്തോടെ, അഭിമാനത്തോടെ ഈ ചടങ്ങിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യും.